താരസംഘടനയായ അമ്മയ്ക്ക് സ്പോൺസർഷിപ്പ് നൽകിയത് പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതനുസരിച്ചെന്ന് ടി.ജി. നന്ദകുമാർ 24നോട്. മുഴുവൻ പണവും പരസ്യത്തിലേക്കല്ല, ചാരിറ്റി സംഘടനയിലേക്കാണെന്നാണ് പറഞ്ഞത്. അൻസിബ നേരിട്ടെത്തി താൻ എതിർത്തിട്ടില്ലെന്ന് പറഞ്ഞിരുന്നുവെന്നും നന്ദകുമാർ പറഞ്ഞു. ടി.ജി. നന്ദകുമാർ ചേരുകയാണ് 24നൊപ്പം. അങ്ങ് സാധാരണ വ്യത്യസ്തമായ വിഷയങ്ങളിലാണ് മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇത്തവണ അമ്മയിലെ തർക്കവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പേര് ഉയർന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾ ചെയർമാനായ ക്ഷേത്രം അമ്മയുടെ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തു എന്നുള്ളതാണ് വിവാദത്തിനിടയാക്കിയിരിക്കുന്നത്. എന്താണ് അതിൽ സംഭവിച്ചത്? അമ്മയുടെ കുടുംബ സംഗമമാണ് സ്പോൺസർ ചെയ്തത്. അതൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ്, ഞങ്ങളൊരു ട്രസ്റ്റുമാണ്. ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റ് ആയപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ വരാനുള്ള ആളെന്ന നിലയ്ക്ക് അമ്മയുടെ കുടുംബ സംഗമത്തിന് സ്പോൺസർ ചെയ്യാമെന്നുള്ള ഡിസ്കഷൻ വന്നു. അവർ മെയിൽ അയച്ചു, നമ്മൾ ട്രസ്റ്റിൽ ഡിസ്കസ് ചെയ്തു, അതിനൊരു എമൗണ്ടും കൊടുത്തു, പരസ്യവും കൊടുത്തു. ഇതാണ് അതിനകത്ത് നടന്നത്. വേറെന്താ തെറ്റ്? ഇത് കേൾക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും തോന്നുന്ന ഒരു സംശയം, ഒരു ക്ഷേത്രത്തിന് ഒരു സിനിമാ താരസംഘടനയുടെ പരിപാടിയിൽ എന്ത് റോൾ എന്നുള്ളതായിരിക്കും. സിനിമാ താരങ്ങളുടെ സംഘടനയിലെ റോള് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? പബ്ലിസിറ്റി ആയിരുന്നു. ആ ക്ഷേത്രങ്ങൾ, അതായത് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന രീതിയിലുള്ള പരസ്യമാണ് നമ്മളോട് പറഞ്ഞത്. ഏകദേശം അതൊക്കെ കൊടുത്തു. അപ്പം നമ്മൾ അതനുസരിച്ചുള്ള പൈസ കൊടുത്തു. പിന്നെ ഈ പൈസ മുഴുവൻ അവർ പറഞ്ഞത് ഞങ്ങൾ പരസ്യത്തിലേക്കല്ല എടുക്കണം, അല്ല, ഞങ്ങളുടെ ചാരിറ്റി ഓർഗനൈസേഷനിലേക്ക് ഞങ്ങൾ മാറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനോട് സഹായകരമായ നിലപാടാണ് ഞങ്ങൾ എടുത്തത്. ഈ ഒരു സ്പോൺസർഷിപ്പിൽ അമ്മയ്ക്കുള്ളിൽ തർക്കമുള്ളതായിട്ട് നേരത്തെ അറിയാമായിരുന്നു. തർക്കം ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. നമ്മളോട് ഇത് ആവശ്യപ്പെട്ടു, നമ്മളോട് എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്തു. എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം ഞങ്ങൾ പണം കൊടുത്തിട്ടു. എതിർത്തെന്ന് അവിടെ പറഞ്ഞു കേട്ടു. പക്ഷെ അൻസിബ വന്ന് 2/5/26 ക്ഷേത്രത്തിൽ വന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും അതിനെ എതിർത്തിട്ടില്ല, അത് അനാവശ്യമായി എൻ്റെ കമ്മ്യൂണിറ്റി വെച്ചുള്ളൊരു ചിത്രീകരണം നമ്മൾ കൊള്ളാമെന്ന് പറഞ്ഞു. നിങ്ങളിവിടെ വന്ന ആളല്ലേ, നിങ്ങൾക്ക് നമ്മളെ അറിയില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ പിരിച്ചു. യാതൊരു തരത്തിലും ഇത് ബാധിക്കില്ല. തുടർന്നും ഇത്തരം, ഞാൻ പറഞ്ഞില്ലേ, പരസ്യം കിട്ടുന്ന കൊള്ളാവുന്ന ഏത് വേദിയും ഞങ്ങൾ എടുക്കാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അത് ഇതും ഇനിയും വന്നാലും എടുക്കും. അവർ വരുമില്ലെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളായിട്ട് വിളിക്കൂല, വന്നാൽ എടുക്കും, കൊള്ളാവുന്നതാണ്. എന്തായാലും തുടർന്നും ഇത്തരം സ്പോൺസർഷിപ്പുകൾ നടത്തുന്നതിൽ നിന്ന് തുടരും എന്നും, ഒപ്പം തന്നെ ഈ വിവാദം അത് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഈ കരാർ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടത് ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നല്ല, മറിച്ച് അമ്മയിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് എന്നുമാണ് ടി.ജി. നന്ദകുമാർ വ്യക്തമാക്കുന്നത്. ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.